ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് നമുക്കൊരു കസ്റ്റമർ കൊണ്ട് തന്നെയാണ്. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പില്ലോ കട്ട് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പോക്കറ്റ് പില്ലോ കവറാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എത്രയാണ് വേണ്ടത്, നമ്മുടെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. മെഷർമെൻറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി പില്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെങ്ത് നോക്കാം. 2 പീസ് നമുക്ക് വേണം, ചെറിയൊരു പീസും വലിയൊരു പീസും. അപ്പോൾ ചെറിയ പീസിൻ്റെ ലെങ്ത് വന്നിട്ട് 28 ഇഞ്ചസും വിഡ്ത്ത് 23 ഇഞ്ചസുമാണ്. 2 പീസിലും വിഡ്ത്ത് 23 ഇഞ്ചസാണ് കേട്ടോ. ലെങ്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ചെറിയ പീസിൽ 28 ലെങ്താണ് വരുന്നത്. ഇനി നമുക്ക് വലിയ പീസ് മെഷർമെൻറ്റ് നോക്കാം. വലിയ പീസിൻ്റെ ലെങ്ത് വന്നിട്ട് 43 ഇഞ്ചസും വിഡ്ത്ത് 23 ഇഞ്ചസുമാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് വീതി വരുന്ന പാർട്ടില്ലേ, ആ ഒരു പാർട്ടിൻ്റെ ഇതുപോലെ നല്ല വശവും കൂടി ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചേർത്ത് പിടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ഇഞ്ചസ് വിട്ടിട്ട് നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസിൻ്റെയും ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി ബാക്കി ഇപ്പുറത്തെ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. വലിയ പീസിൻ്റെയും ചെറിയ പീസിൻ്റെയും സൈഡ് നമുക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പില്ലോയുടെ ലെങ്ത് വന്നിട്ട് 30 ഇഞ്ചസാണ്. അപ്പോൾ 30 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡിൽ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ജോയിൻറ്റ് വരുന്ന പീസിലൊക്കെ നല്ല രീതിക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകും. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഷാർപ്പായ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ കോർണറും ഒന്ന് കുത്തിയെടുക്കാം. ഇനി 4 സൈഡിലും 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് 4 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് പില്ലോ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലോ ഇട്ട് കൊടുക്കാം. പില്ലോയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.